കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ എക്സിലാണ് ഈ ഒരു പോസ്റ്റ് വന്നത്. അത് ഇങ്ങനെയാണ്: ഇത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് അടുത്ത് ബംഗാൾ എന്ന് NDA BJP നേതാക്കൾ പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് മറുപടിയായാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടത്. സ്വപ്നം കാണാം എന്നാണ് അതിന്റെ പിന്നിലെ ഉദ്ദേശം ഉള്ളത്. ഇത് ബെഞ്ചമിൻ പി ജോബി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് ഇത് ഈ ഒരു മോട്ടിവേഷണൽ സ്പീക്കിങ്ങിന്റെ ഭാഗമായി ഇത് ചെയ്തിട്ടുള്ളത്. सपने देखना अच्छी बात है, लेकिन सपने को लेकर के बैठे रहना और सपनों के लिए सोते रहना ये तो सही नहीं है. सपनों को आगे बढ़कर अपने सपनों को पाने का संकल्प बहुत महत्वपूर्ण है. എത്ര ഭാഷയിൽ ഇങ്ങനെ പറയും? ഞാൻ 7 ഭാഷയിൽ പറയും. ഏതൊക്കെ ഭാഷയാണ്? മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, കന്നഡ. എങ്ങനെ ഒരു മോട്ടിവേഷണൽ സ്പീക്കിംഗ് കൊടുക്കാനുള്ള കാരണം എന്താ? ഞാൻ വലുതായി കഴിയുമ്പോൾ എൻ്റെ ഈ പ്രോഗ്രസ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ കാഴ്ചപ്പാട് പേജില്ലേ, പത്രത്തിൻ്റെ കാഴ്ചപ്പാട് പേജ്, അതിൻ്റെ അടിയിൽ കുറേ മഹാന്മാർ പറഞ്ഞ കോട്സ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ എന്നും ഇങ്ങനെ വീഡിയോ ഇട്ട് ആദ്യം ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടിരുന്നത്, പിന്നെ അത് ഇൻസ്റ്റയിലേക്ക് പോയി. എന്നിട്ടാണ് ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ വൈറലായത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഇങ്ങനെ കളിയാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരാളോടും കൂടുന്നുമില്ല, ഒരാളോടും കുറയുന്നുമില്ല. ഒന്നിനു മുന്നിലും ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഒരു പരാജയത്തിലും ഞാൻ തളർന്നിട്ടില്ല എന്ന് പറയുന്നത്. Just a simple reminder. The struggle you are in today is developing the strength you need tomorrow. ഈ കോസ്റ്റ്യൂം ഭയങ്കര ഗംഭീര കോസ്റ്റ്യൂമാണ്, കോട്ടൊക്കെ ഇട്ട്. അപ്പൊ ആ കോസ്റ്റ്യൂമിന്റെ തെരഞ്ഞെടുപ്പ് ആരാ നടത്തിയിട്ടുള്ളത്? അത് ആരുടെ ഇതാണ്? എനിക്ക് ചെറുപ്പം മുതലേ കോട്ടൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ പപ്പേന്റെ കല്യാണ കോട്ടിന്റെ സൂട്ടൊക്കെ കാണുമ്പോൾ എനിക്കൊക്കെ ഇടാൻ ഇങ്ങനെ തോന്നും. അപ്പൊ ഞാൻ പപ്പേന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു കോട്ട് സൂട്ട് വാങ്ങിച്ചു തരുമോ? അപ്പൊ ഞാൻ ഇട്ടുകൊണ്ട് പിന്നെ ഞാൻ പ്രസംഗം പറയാൻ തുടങ്ങി. ഇതൊരു ചെറിയ കുട്ടിയാണ്, പക്ഷെ പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. അത് ഭയങ്കര വൈറലുമാണ്. ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ കണക്കിന് ആളുകളാണ് ഈ ബെഞ്ചമിന്റെ ഈ സ്പീച്ച് കേൾക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയം ഒന്നും ഇവരെ സംബന്ധിച്ചില്ല, ഈ കുട്ടിയെ സംബന്ധിച്ച് രാഷ്ട്രീയമില്ല, പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് അത് ഉപയോഗിച്ചു. എന്നിരുന്നാൽ പോലും അത് വലിയ രീതിയിൽ അത് വൈറലായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം.